തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് വീടുകളിലെത്തിയപ്പോഴാണ് പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ടെന്ന പരാതി കിട്ടിയത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് വാർഡ് മെമ്പർ അതിന് പരിഹാരവും കണ്ടു. കാരശ്ശേരി പഞ്ചായത്തിലെ 19-ാം വാർഡ് മെമ്പർ അമീന ബാനുവാണ് ഒരു കുഴൽക്കിണർ പണിത് നൽകിയത്. നല്ല വെള്ളം കിട്ടിയ സന്തോഷത്തിലാണ് നാട്ടുകാർ. ഒപ്പം വാക്ക് പാലിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ മെമ്പറും. ഇങ്ങനെ പുഴവെള്ളം കുടിക്കുമ്പോൾ ഇങ്ങോട്ടാണ് എടുക്കും, പക്ഷേ എന്നാലും നമുക്ക് ജീവിക്കണ്ടേ, അത് വിചാരിച്ച് അങ്ങോട്ടായിട്ട് ഇറക്കുന്നത്. അതിനോട് ഭക്ഷണം വരെ പാകം ചെയ്ത് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പക്ഷെ പലതും തോന്നും. വേറൊന്നല്ല, ഒരു ബക്കറ്റ് ഉണ്ട്, കുറച്ച് ചാക്കുകൾ ഇങ്ങനെ പൊത്തി വെച്ചിട്ടുണ്ട്. ഒരു കുഴൽക്കിണറാണ്. കാരശ്ശേരി പഞ്ചായത്തിലെ 19-ാം വാർഡ് മെമ്പർ അമീന ബാനുവിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയപ്പോഴാണ് ഈ വാർഡിലെ പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ള പ്രശ്നമാണെന്ന് അറിഞ്ഞത്. അപ്പം അങ്ങനെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഒരു കുഴൽക്കിണർ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത്. അങ്ങനെയാണിതാ ആ കുഴൽക്കിണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മെമ്പർ നമുക്ക് ഒന്നിച്ച് തന്നെയുണ്ട്. മെമ്പറെ, ഇതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വന്നപ്പോഴാണ് ഇവിടെ പ്രധാന പ്രശ്നം കുടിവെള്ളമാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ അതിനൊരു തീരുമാനം കണ്ടെത്തിയെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അത് ഞങ്ങൾ ഇലക്ഷൻ ടൈമിന് വീട് കയറിയപ്പോൾ എല്ലാവർക്കും ഉള്ള മെയിൻ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോണ്ട് ഞാൻ പറഞ്ഞ് ജയിച്ചാലും തോറ്റാലും എന്തായാലും ഞാൻ അത് നിറവേറ്റി തരും എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ കഴിഞ്ഞ്. അപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് പോണതിൻ്റെ മുന്നേ തന്നെ അത് നിറവേറ്റാൻ സാധിച്ചു. ഇപ്പോൾ ആൾക്ക് പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എത്ര വീട്ടിൽ ഇങ്ങനെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്? ഒരു 10-20 വീടുകളിൽ കുടിവെള്ള പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഒരു ജലനിധിയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നതിന്. അപ്പം വെള്ളത്തിന് ഒരു താഴെ വീട്ടിൽ പോയിട്ടാണ് കുടിക്കാനുള്ള വെള്ളം ഒലി കൊണ്ടുവന്നതിന്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ഒരു 20 വീടുകളാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മുകളിലും താഴെയായിട്ട് നമ്മൾ പ്രവർത്തന ഘട്ടം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് മോട്ടർ വെക്കാണ്ട് ടാങ്ക് വെക്കാണ്ട് അത് നാളെയൊക്കെ ആയിട്ട് തന്നെ ഞങ്ങൾ മുഴുവനാക്കും. അപ്പോൾ ബാക്കിയുള്ള വീടുകളിലേക്കും നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ടൈമിലാണ് ഞങ്ങൾ മുപ്പത്തിയോട് കാര്യം പറയുന്നത്. ഇങ്ങനെ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ മോനെ വയറ്റിൽ വെച്ചിട്ട് താഴത്തുനിന്ന് 9 മാസത്തിൽ വരെ വെള്ളം താഴത്തുനിന്ന് ചുമന്ന് കൊണ്ടുവന്ന കുടിക്കാനുള്ള വെള്ളം, മറ്റേ ആവശ്യങ്ങൾക്കുള്ള പുഴവെള്ളം വരുന്നുണ്ട്. കുറേ ടൈം ഞങ്ങൾ അത് കൊണ്ടുവരാൻ കഴിയാത്ത സമയത്ത് ഞങ്ങൾ അതുവരെ കുടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ കാര്യം പറഞ്ഞു. അത് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് കുടിവെള്ളം ഞാൻ തന്നിരിക്കും. അതിപ്പോൾ മെമ്പർ ഞങ്ങൾ സാധിച്ചു തന്നെ. അതിനോട് ഒരുപാട് നന്ദി മെമ്പറോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ ഇനി 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ആ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ ദിവസം മുന്നോട്ട് പോകുന്നുള്ളതിൽ അതിൻ്റെ അതിയായ സന്തോഷവും ഞങ്ങൾക്കുണ്ട്. അതെ അതെ അതെ, അത് 100% ഉറപ്പ് പറയും. ഞങ്ങൾക്ക് ഞങ്ങളെ പാവങ്ങൾക്ക് വേണ്ടി 5 വർഷമായിട്ട് ഞങ്ങളിവിടെ സ്ഥലം വാങ്ങി വീടുണ്ടാക്കി 5 വർഷം കഴിയാറായി. ഈ 5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. താഴെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ചുമന്നിട്ടാണ് വെള്ളം എടുത്ത് കൊണ്ടുവരലുണ്ടായത്. അപ്പം ഈ ഇതിന് മുന്നേ വന്നതിന് 2-3 ആൾക്കാരോട് ഞങ്ങൾ കാര്യം സംസാരിച്ചെങ്കിലും നമുക്ക് ശരിയാക്കാം അങ്ങനെ ഒരു വാഗ്ദാനം അല്ലാതെ ഇതുവരെ നിറവേറ്റി തന്നിട്ടില്ല. 9 മാസം വയറ്റിൽ കുഞ്ഞിനെ ചുമന്ന് താഴത്തുനിന്ന് വെള്ളം വരെ കയറ്റി കൊണ്ടുവരലുണ്ടായത്. അതും ആ താഴത്തെ വീട്ടുകാരെ സഹകരണം ഉണ്ടായത് കൊണ്ട്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പോകും വെള്ളത്തിന്? ഇവിടെ ചുറ്റുവട്ടത്ത് വേറെ വെള്ളം കിട്ടാനൊരു സ്ഥലമല്ല. ഇവിടെ ഫുള്ളും എല്ലാവർക്കും ആ ഒരു പ്രശ്നമാണ്. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്കും തരാനുള്ള ഈ പോയ വെള്ളം. അപ്പോൾ നമ്മൾക്ക് ആ ഓല് തന്ന ആ വെള്ളം കൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം, ഒരു 5 വർഷമായിട്ട് ഞങ്ങൾ ഇത്രയും കാലം മുന്നോട്ട് പോയി. പുഴവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം പലതരം മാലിന്യങ്ങൾ ഒലിച്ച് വരുന്ന വെള്ളം. ആ വെള്ളം ഞങ്ങൾ കുടിച്ച് നാലോഗ്യം ഇപ്പം തന്നെ നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നല്ല വെള്ളം കിട്ടുമല്ലോ.